കെ ബാബു വീണ്ടും മന്ത്രിയാകുന്നതിനെതിരെ കടുത്ത വിമർശനവുമായി സിപിഐഎമ്മും ബിജെപിയും രംഗത്തെത്തി. ഉമ്മൻചാണ്ടി നടത്തുന്നത് സ്വയം രക്ഷയാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തിയപ്പോൾ അഴിമതിക്കാരെല്ലാം ചേർന്ന് ജനങ്ങളെ കബളിപ്പിച്ചുവെന്നായിരുന്നു വി.എസ്. അച്യുതാനന്ദന്റെ പ്രതികരണം. ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയാണ് സംഭവിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരനും കുറ്റപ്പെടുത്തി. അതേസമയം ബാബു മന്ത്രിയാകുന്നതിൽ അപാകതയില്ലെന്ന് വിശദീകരിച്ച് പ്രതിരോധവുമായി കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ രംഗത്തെത്തി. കെ ബാബു വീണ്ടും മന്ത്രിയാകുന്നത് അഴിമതിക്കാർ ഒത്തുചേർന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ കുറ്റപ്പെടുത്തൽ. എല്ലാ അഴിമതിക്കാരും ഒത്തുകൂടി ജനങ്ങളെ കബളിപ്പിക്കാൻ, അതിന് മുന്നോടിയായി നിങ്ങളെ മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. UDF നിലപാട് അപഹാസ്യമാണെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടേത് സ്വയം രക്ഷാതന്ത്രമാണെന്നും പിണറായി പരിഹസിച്ചു. ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കാൻ ന്യായങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയത്. ബാബുവിനെ തിരികെ കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസിൽ ആദർശധീരന്മാർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ബാബു രാജി പിൻവലിച്ച നടപടിയെ എതിർക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ബാബുവിന്റെ രാജി തിരിച്ചു വാങ്ങിയത് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും അവരോധിക്കുന്നത് നാടിലെ ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയാണ് കാണിക്കുന്നത്. അതേസമയം രാജി പിൻവലിച്ച കെ ബാബുവിന്റെ നടപടിയിൽ അപാകതയില്ലെന്നായിരുന്നു വി.എം. സുധീരന്റെ വിശദീകരണം. കീഴ്ക്കോടതിയിലെ വിധി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി വന്നതോടുകൂടി കീഴ്ക്കോടതി ഉത്തരവ് അപ്രസക്തമായിരിക്കുക. ഈ സാഹചര്യത്തിൽ വരുന്നതിൽ യാതൊരു തരത്തിലുള്ള അപാകതയുമില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.